തലസ്ഥാനത്ത് കുടിവെള്ള പ്രതിസന്ധി തുടങ്ങിയിട്ട് ഇന്ന് 4-ാം ദിവസം. അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുന്നതിനാൽ ഇന്ന് രാവിലെയും ജലവിതരണം പുനഃസ്ഥാപിക്കാനായില്ല. വൈകാതെ പ്രശ്നം പരിഹരിക്കുമെന്നാണ് അധികൃതർ പറയുന്നത്. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ കുടിവെള്ളം കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു വരികയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണി ഈ പ്രദേശത്തെല്ലാം നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. എന്നാൽ ഈ കുടിവെള്ള വിതരണത്തിനായി രാവിലെ തന്നെ വെള്ളം പമ്പ് ചെയ്യുന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ് അതിൽ വാൾവിന് തകരാറുണ്ടെന്ന് മനസ്സിലായി. വാൾവിന് ലീക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ ലീക്കിന് ശേഷമാണ് ഈ വലിയ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു തുടങ്ങിയത്. അതുകൊണ്ട് ആ പ്രതിസന്ധിയിലായ ആ സാഹചര്യത്തിലാണ് ജലവിതരണം തടസ്സപ്പെടുത്തി വീണ്ടും അറ്റകുറ്റപ്പണി നടത്തിയിരുന്നത്. എന്നാൽ ഈ അറ്റകുറ്റപ്പണി നടത്തിയിരുന്ന ഘട്ടത്തിന് ശേഷം ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത് ഇന്ന് ഉച്ചയോടെ തന്നെ ഈ പണി പൂർത്തിയാകുമെന്നൊക്കെയായിരുന്നു. എന്നാൽ ഇപ്പോഴും ഈ പണി തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ്. വൈകിട്ട് 4 മണിയോടെ കുടിവെള്ള വിതരണത്തിനായി വെള്ളം പമ്പ് ചെയ്ത് തുടങ്ങുമെന്നാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ അടക്കം പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മേയർ ആര്യ രാജേന്ദ്രനും അതോടൊപ്പം തന്നെ മന്ത്രി വി ശിവൻകുട്ടി അടക്കം ഈ സ്ഥലം സന്ദർശിച്ചിരുന്നു. ഒരു ഉറപ്പ് നൽകിയിരിക്കുന്നത് വൈകിട്ട് 6 മണിയോടെ ജലവിതരണം കൃത്യമായി പാലിച്ച് നടക്കും. എന്നാൽ ഇത് പൂർണ്ണമായും 6 മണിയോടെ തന്നെ വെള്ളം വിതരണം ചെയ്ത് തുടങ്ങുമെന്നാണ് അറിയുന്നത്. ഏതായാലും നഗരത്തിലെ എല്ലാ പ്രദേശത്തും ഇപ്പോൾ കുടിവെള്ള പ്രതിസന്ധിയുണ്ട്. അത് പരിഹരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് ഇന്ന് വൈകിട്ടോടെ തന്നെ കടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും 4 ദിവസമാണ് നീണ്ട 4 ദിവസത്തെ കുടിവെള്ള വിതരണത്തിലെ പ്രതിസന്ധിയാണ് ഇപ്പോൾ നീങ്ങാൻ പോകുന്നത്. വളരെ ബുദ്ധിമുട്ടോടെയാണ് ഇവിടെ ആ ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നത്. ഏതായാലും ജനങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിലും അത് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുമെന്നും റെയിൽവേ ലെവൽ ക്രോസുമായി ബന്ധപ്പെട്ട റെയിൽവേ വികസന പ്രവൃത്തിയുടെ ഭാഗമായി തന്നെയാണ് ഈ കുടിവെള്ളം മുടങ്ങിയിരുന്നത്. അതിന്റെ അറ്റകുറ്റപ്പണി തന്നെയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് സൗകര്യങ്ങളെല്ലാം, അതായത് വെള്ളത്തിന്റെ വിതരണം എല്ലാം കൃത്യമായി തന്നെ നൽകും. മാത്രമല്ല കുടിവെള്ള വിതരണം തടസ്സപ്പെട്ട സ്ഥലത്തേക്ക് കൂടുതൽ ടാങ്കറുകളിൽ വെള്ളം എത്തിക്കാനുള്ള സൗകര്യവും ചെയ്തിരിക്കുന്നതായാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും വളരെ വൈകാതെ തന്നെ തിരുവനന്തപുരം നഗരത്തിലും അതോടൊപ്പം ചുറ്റും ഉള്ള പ്രദേശത്ത് പൂർണ്ണമായി ജലവിതരണം വൈകിട്ടോടെ തന്നെ നടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്.